السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونسله جهنم وساءت مصيرا. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജിന്നുകളോടുള്ള സഹായത്തേട്ടവും ശിർക്കും. കറങ്ങുന്ന മുജാഹിദുകളുടെ ഭൗതിക അഭൗതിക നിർവചനങ്ങളിൽ വലിച്ചിഴക്കപ്പെടുന്ന ജിന്നുകളും. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുജാഹിദുകളുടെ ഇന്നത്തെ അവസ്ഥ ഗ്രൂപ്പായി പരസ്പരം കക്ഷികളായി വിഘടിച്ച് പരസ്പരം ആക്ഷേപിച്ച് നടക്കുന്ന ഈ ഒരു വിഷയം ജിന്ന്, സിഹിർ, റൊക്കിയ. വാസ്തവത്തിൽ മുജാഹിദുകളുടെ തുടക്കം മുതലേ ഭീമമായ അബദ്ധം സംഭവിച്ചൊരു വിഷയമാണിത്. വസ്വാസല്ലാത്ത ഒരു ഉപദ്രവവും ജിന്നുകൾ മനുഷ്യർക്കുണ്ടാക്കുകയില്ല, അവർ മനുഷ്യർക്കൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന അടിസ്ഥാനത്തിൽ കെട്ടിയെടുത്ത ദഅവത്തുകൾ കെട്ടിപ്പൊക്കിയ ആ രീതിയിൽ പ്രസംഗിച്ച് ലേഖനമെഴുതി തഫ്സീർ എഴുതി ആ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സമൂഹം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജിന്നുകൾ വിശ്വാസമില്ലാത്ത ഉപദ്രവം മനുഷ്യർക്കുണ്ടാക്കും. ജിന്നുകൾക്ക് വിളിച്ചു തേടി അവരോട് ഇസ്തിആനത്ത് നടത്തുന്ന അവർക്ക് വേണ്ടി ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾക്ക് അവർ പല സഹായങ്ങളും ചെയ്യും. അതാണ് സിഹിറിൻ്റെ അടിസ്ഥാനം എന്നുള്ള പോയിന്റുകൾ ചർച്ചയിൽ വന്നപ്പോൾ ഇതുവരെയും ഇത്രയും ഭീമമായ ഒരു അബദ്ധം സംഭവിച്ചത് മറച്ചു വെക്കുവാൻ വേണ്ടി ചില ആളുകളുടെ ഈ വിഷയത്തെ വഷളാക്കാൻ വേണ്ടി ഇത് ജിന്ന് സിഹിർ എന്ന വിഷയം പുതിയ ചർച്ചയിൽ വന്നിട്ടുള്ള ഈ വിഷയം അത് ജിന്നുകളുള്ള സഹായം തേട്ടമാണ്, സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തെളിവ് ഉണ്ടാക്കുകയാണ്, സഹായം ചോദിക്കണമെന്നാണ് അവർ ജനങ്ങളോട് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇതിന്റെ യഥാർത്ഥ വശം മറപ്പിച്ചു വെക്കുകയും ഇവർക്ക് തന്നെ സംഭവിച്ചിട്ടുള്ള ഭീമമായ അബദ്ധത്തെ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോയിന്റ്. 2, ഇതിന്റെ പിന്നിൽ ഈ പ്രവർത്തനത്തിലൂടെ ഈ കോടിക്കണക്കിന് ആസ്തിയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഈ ജനങ്ങളാൽ സർക്കാർ തലത്തിലും ജനങ്ങളുടെ ഇടയിലും സൽപ്പേരുള്ള നല്ല ഒരു ഗുഡ്വിലുള്ള ഒരു സംഘടനയെ സ്വന്തം പോക്കറ്റിൽ ഒതുക്കുവാനും അത് ആ പൈസ സാമ്പത്തികമായിട്ട് അതിനെ ഉപയോഗിക്കുവാനും വേണ്ടി ചില ആളുകൾ നടത്തിയ തന്ത്രം, ഈ രണ്ടുമാണ് ഇതിന്റെ പിന്നിൽ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഹൈറായ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരു ഹൈറായ സംഗതിയിലേക്ക് പോയി ചാടും. നിങ്ങൾ ഷെറായ ഒരു സംഗതി ചെയ്താൽ അത് മറ്റൊരു ഷെറായ ചെല്ലിൽ പോയി ചാടും. നിങ്ങൾക്ക് ഈ വന്ന ഈ ഭീമമായ അബദ്ധത്തെ നിങ്ങൾ തിരുത്തുകയോ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അത് നല്ല നിലപാടാക്കി മാറ്റി ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അബദ്ധത്തെ അബദ്ധം എന്ന കോൺസെപ്റ്റ് ആക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതായിരുന്നു നന്നായി. പകരം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു. സംഭവിച്ചെന്താ? 2007 നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുവരെ ചർച്ച ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരു പണ്ഡിത സഭ കേരളത്തെ പോലുള്ള പ്രബുദ്ധരായിട്ടുള്ള സുബ്ഹാനല്ലാഹ് ഒരു സംസ്ഥാനത്ത് അതിന്റെ ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന അതിന്റെ മുസ്ലിങ്ങൾക്ക് കാര്യദർശികളായിട്ടുള്ള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. 2007 വരെ ജിന്നും സിഹിറും റൊഖിയയും ഒന്നും. എന്നിട്ട് അവരെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രബന്ധം സ്വീകരിച്ചു. ആരുടെ? കേരളത്തിലെ അറബി മനുഷ്യകളിൽ നിന്ന്. അതിൽ പലരും പല പ്രബന്ധം കൊടുത്തു. അനുകൂലിക്കുന്നവരും കൊടുത്തു, പ്രതികൂലിക്കുന്നവരും കൊടുത്തു. ഇത് അവരും അറബി മനുഷ്യകൾ വായിച്ചിട്ട് എന്ത് പറഞ്ഞു? 3 വർഷം പഠിച്ചു. 3 വർഷം പഠിച്ചിട്ട് അവരെന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടുകൂട്ടരും തന്ന പ്രബന്ധം ഒന്ന് തന്നെയാണ്, ഭമ്പര വിഡ്ഢിത്തം. അപ്പോൾ ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത്, സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി,
അവരെ പിൻപറ്റിയവരെങ്ങനെ മനസ്സിലാക്കി, ഇന്നുള്ള ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ് എന്ന് നോക്കാതെ നിങ്ങൾ അറബി മനുഷ്യകളായിട്ടുള്ള നിങ്ങൾ സ്വയം ആ പ്രബന്ധം വായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും തർക്കവും കുതർക്കവും നടത്തി ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിച്ചു. ഈ വിഷയം പിന്നെ ജിന്നുകൾ വിശ്വാസമല്ലാത്ത ഉപദ്രവം ഉണ്ടാക്കിയേക്കാം, പക്ഷെ അത് പറയാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇത്രയും കാലം പകർത്തി പോകുന്ന ആദർശം എന്താണോ അത് തന്നെയാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല അതുകൊണ്ട് സംഭവിച്ചെന്താ, അതുകൊണ്ട് അതിനോട് യോജിപ്പില്ലാത്ത ആൾക്കാരെ മുഴുവൻ നിങ്ങൾ നോക്കണം. ഒരു അബദ്ധം മറ്റൊരു അബദ്ധത്തിൽ പോയി ചാടിയത്, അതിനോട് യോജിപ്പില്ലാത്ത ആളുകളെ നിങ്ങൾ പുറത്താക്കി. നിങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി, അവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ചു, പുറത്താക്കി. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ പുറത്താക്കിയ ആളുകൾക്ക് നിങ്ങളെ വിശ്വാസം ഒന്നും മാറ്റണ്ട, ഇവിടെ വന്ന് ദഅവത്ത് നടത്തിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തിരിച്ചു വിളിക്കുക. നൗദുബില്ലാ. ഇതല്ലേ സഹോദരന്മാരെ സംഭവിക്കുന്നത്? ഇവിടെ അടുത്ത് സംഭവിച്ചതല്ലേ? നീ നിന്റെ ആദർശത്ത് മാറ്റണ്ട, നിന്റെ പിന്നെ ഇതൊന്നും മാറ്റണ്ട, പിന്നെ ശിർക്കാരോപണമൊന്നും. ഏത് ശിർക്കാരോപണം ഉണ്ടെന്ന് പറഞ്ഞാൽ പേര് എഴുതി 20 ആളെ 25 ആളെ പേരെഴുതിയൊരു വ്യക്തിയെ ഇപ്പൊ അവർ തിരിച്ചു വിളിച്ച് ഞങ്ങളെ വേദിയിൽ വന്ന് സംസാരിച്ചു. നിങ്ങൾ അബദ്ധത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? അതിന്റെ അടിസ്ഥാനമാണ് ഞാൻ ഇതിന്റെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ച ഒരായത്ത്. എന്താ? വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഘടിച്ച് നിൽക്കുകയും മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം പിൻപറ്റുകയും ചെയ്ത ആളുകളെ അള്ളാഹു ആ വഴിക്ക് തിരിച്ചുവിടും. പിന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് യാതൊരു രക്ഷയൊക്കെ ഉണ്ടാവില്ല. അവരിങ്ങനെ അബദ്ധത്തിൽ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഅൽ ഫതാവയിൽ 7-ാം വാള്യത്തിൽ 37-ാം പേജിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ 2 പോയിന്റ്സ് ആണ് ഉള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്, ഫകുല്ലു മിൻ ഷാക്കർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. നേർമാർഗം വിശദീകരിച്ചതിന് ശേഷം അതിനോട് യോജിക്കാത്ത ആളുകൾ, റസൂലിനെ വിശദീകരിച്ചതിന് ശേഷം റസൂലിനോട് യോജിക്കാത്ത ആളുകൾ, ഫഖദ് അവർ ചെയ്തിട്ടുണ്ട്, ഫഖദ് തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ അവര് സ്വീകരിച്ചിട്ടുണ്ട്. ഏത് ഒരു മാർഗം? മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗത്തെ അവർ അത്ര ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു പോയിന്റ്, വകുല്ലു മിൻ ഇത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം സ്വീകരിച്ച ആളുകൾ മുഴുവൻ ഫഖദ് ശാക്കർ റസൂലിനോട് വിയോജിച്ചിട്ടുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ഉള്ളത് അവിടെയാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാവുക. മുഅ്മിനീങ്ങൾ എന്നും ഏതൊരു പോയിന്റിലാണോ, ഏതൊരു ഒരു വീക്ഷണത്തിലാണോ, ഏതൊരു കാഴ്ചപ്പാടിലാണോ, ഏതൊരു റൂളിങ്സ്, ഏതൊരു ഹുക്കുമിലാണോ ഉള്ളത് അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. റസൂലിൻ്റെതൊന്ന് വേറെയും മുഅ്മിനീങ്ങളുടേതൊന്ന് വേറെയും ആവുന്ന പ്രശ്നമേ ഇല്ല. ആരാ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ഇത് രണ്ടും ഒരുമിച്ചാണ്. അപ്പോ ആരാണ് മുഅ്മിനീങ്ങൾ? അത് 604 പേജിലുള്ള മുസാഫ് എടുക്കും, ഏതാനും ചില ഹദീസ് ഗ്രന്ഥങ്ങൾ എടുക്കുക, എന്നിട്ട് കുറച്ച് അറബി മനുഷ്യകൾ ഇരുന്നിട്ട് ഇടവണ്ണയോ പത്തപ്പിരിയത്തോ പൊളിക്കലൊക്കെ ഇരുന്നിട്ട് തോന്നിയതാണ് എഴുതി വെക്കുക, തോന്നിയതാണ് പറയാ. ഇവരെ അവരെ മുഅ്മിനീങ്ങൾ. നോ, മുഅ്മിനീങ്ങൾ അസ്ഹാബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ സഹാബിമാരാണ് മുഅ്മിനീങ്ങൾ. മാത്രമല്ല അവരെ പിൻപറ്റിയവർ ആദ്യത്തെ 3 തലമുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഉത്തമ സമുദായം എന്ന് പറഞ്ഞ ആദ്യത്തെ 3 തലമുറയും അവരെ പിൻപറ്റിയവരും ഇതുവരെ ഇന്ന് വരെ മാത്രമല്ല എന്നും അവരെ പിൻപറ്റിയ ആളുകൾ അവരെയാണ് പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങൾ എന്നിവിടെ പറഞ്ഞവർ. അതിൽ നിന്ന് ആരെല്ലാം വിഘടിച്ച് ഏതെല്ലാം പോയോ അവരൊക്കെ മൊത്തത്തിൽ ഉമ്മത്തിൽ വരുമെങ്കിലും അവര് എന്താണ് കറകളഞ്ഞ ആ മുഅ്മിനീങ്ങളുടെ ആ ഗ്രൂപ്പിലല്ല അവർ വരും. ബിദഅത്തിന്റെ ആളുകളുണ്ടാവും, അതിൽ ശിർക്ക് കലർന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ യഥാർത്ഥ ഫഹമുള്ള സലഫുകളുടെ ഫഹമുള്ള സലഫികളായിട്ടുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജുമുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ 1400 വർഷത്തെ പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരെ പഠിപ്പിച്ചൊരു സമൂഹമുണ്ട്. അവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ ആ ഫഹമ് അല്ലാതെ അവരുടെ മനസ്സിലാക്കിയതുപോലെ അല്ലാത്ത ഒരു മനസ്സിലാക്കൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ റസൂലിനായിട്ട് വിഘടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വൈ അങ്ങനെ ആകുമ്പോഴേ ആ വഴിക്ക് അള്ളാഹു തിരിച്ചുവിടും.
പിന്നെ അവർക്ക് എന്ത് ചെയ്തു, ഒരു രക്ഷയില്ല, അവർ അബദ്ധം പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്ത് ചെയ്തു, പിന്നെ അവർക്ക് പ്രബന്ധം സ്വീകരിക്കേണ്ടി വരും, അത് വായിച്ച് ഒരു പഠിക്കും. അപ്പോൾ ഈ മോമിനിങ്ങളുടെ അല്ലാത്തൊരു മാർഗത്തിൽ പോയി ഒരു പ്രബന്ധം എഴുതും, അല്ലെ ഒരു ഫത്വ എന്താ പറയുക സർക്കുലർ ഇറക്കും. ആ സർക്കുലർ പ്രകാരം അവരെന്ത് ചെയ്യും, കുറെ ആൾക്കാരെ പുറത്താക്കും. പിന്നെ ഇവർക്ക് എന്താ, പിന്നെ ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. നിങ്ങൾ അക്കീത് നിങ്ങൾ വിശ്വാസം ഒന്നും മാറ്റം കേട്ടെന്ന് പ്രസംഗിച്ചോ. അപ്പോൾ ഈ മണ്ടത്തരം തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സത്യത്തിന് എതിരെ നിൽക്കുകയും മാത്രമല്ല നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മറ്റൊരബദ്ധം, നിങ്ങൾ പിന്നെ ആയത്തുകളുടെയും പിന്നെ ഹദീസുകളുടെയും കിതാബിന്റെയും സുന്നത്തുകളുടെയും അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു ഹുക്മ്, ഒരു റൂളിങ്സ്, ഒരു ഫിഖ് അല്ലെങ്കിൽ ഒരു ഫഹ്മ് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ അതുപോലെ സ്വീകരിച്ചാൽ നമുക്കൊരു പ്രശ്നം വരില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണ്ട വിഷയത്തിൽ നിങ്ങൾ വല്ല ആയത്തുണ്ടോ എന്ന് പോയി പരിശോധിക്കും. ആ ആയത്ത് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കും, എന്നിട്ട് നിങ്ങൾ അതിനെ പ്രസംഗിക്കും. എന്നിട്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ സംസാരിക്കും. പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റൂലേ? ഖുർആൻ സുന്നത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തെളിവ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റൂലേ? അന്ന് ആ പണ്ഡിതന്മാരെ കൊച്ചാക്കി തള്ളിക്കളയും. നിങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ ആളുകളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ ഈ പണ്ഡിതന്മാരെ വാക്കുകളോ അവരുടെ ഫഹമുകളോ അവരുടെ ഹുക്കുമുകളോ നിങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചാൽ പണ്ഡിതന്മാർക്ക് വേണ്ട, ആയത്തുണ്ടായി കൊണ്ടുവരും, ഹദീസ് ഉണ്ടായി കൊണ്ടുവരും. വാസ്തവത്തിൽ നിങ്ങൾ പുറത്തേക്ക് ചാടിയിട്ട് അകത്തുള്ളവരെ പുറത്തുള്ളവരായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നത്. ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം, ഭീമമായ അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചത്. അപ്പോൾ ഒന്ന് മൂടിയൊക്കെ വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റൊന്ന് പുറത്തു വന്നു. എന്താ, നിങ്ങളാൽ മെനഞ്ഞെടുത്ത ചില ശാസ്ത്രീയ നിർവചനങ്ങളുണ്ട്, തൗഹീദിനും ശിർക്കിനും ഒക്കെ. കാര്യകാരണ ബന്ധത്തിന് അധീനം, ദൃശ്യം, അദൃശ്യം, ഭൗതികം, അഭൗതികം പോലുള്ള ശാസ്ത്രീയ നിർവചനങ്ങളെ ആലാണ് നിങ്ങൾ എന്ത് ചെയ്തത്, തൗഹീദ് ശിർക്കും ഇത് ജനങ്ങളെ പഠിപ്പിച്ചു. ഇത് ആദ്യം നിങ്ങൾ പറഞ്ഞത് മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള പിന്നെ മനുഷ്യ കഴിവുകളിന് അതീതമായിട്ടുള്ളതാണ് എല്ലാ സഹായത്തോട്ടം ശിർക്ക്. അപ്പോൾ പിന്നെ മുസ്ലിംമാര് ചോദിച്ചു, അല്ല പോലെ അപ്പൊ നിങ്ങൾ ആനെ കൊണ്ട് മരം വലിപ്പിക്കണില്ലേ, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണില്ലേ, പോത്തിനെ കൊണ്ട് വായ വെട്ടിക്കണില്ലേ? അപ്പൊ പറഞ്ഞു മനുഷ്യ കഴിവെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കപ്പെട്ടത് സൃഷ്ടികളുടെ കഴിവ്. അപ്പൊ സൃഷ്ടികളുടെ കഴിവെന്ന് എഴുതാൻ തുടങ്ങി. മനുഷ്യ കഴിവെന്ന് എഴുതും, സൃഷ്ടി കഴിവെന്ന് എഴുതും. അപ്പോ സൃഷ്ടികളുടെ കഴിവെന്ന് കൂട്ടി. അപ്പോഴും വിഷയം പുറത്തൊന്നുമില്ല. കാരണം എന്താ, ജിന്നുകളും മലക്കുകൾക്കും പിന്നെ വസ്വാസല്ലാത്ത ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്നാണല്ലോ നമ്മളത്. വിഷയം പുറത്തൊന്നുമില്ല. പക്ഷെ ഈ വിഷയം വന്നപ്പോൾ ജിന്നുകളെ ഇപ്പൊ നിങ്ങളെ ഭൗതികത്തിന്റെ ഉള്ളിൽ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ ഒതുങ്ങണില്ല. കാരണം ഇത് ഒതുങ്ങിയ വശക്കും. ഇതിന്റെ വിരോധാഭാസം എന്താണെന്ന് അറിയോ? ജിന്നുകളെ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അഭൗതികമാണ്, നിങ്ങളെ ഭാഷയിൽ ഞാൻ പറയുന്നത് അഭൗതികമാണ്, അതീതമാണ് എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ജിന്നുകൾ വസ്വാസല്ലാത്ത ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ള ആയത്തുകളും ഹദീസുകളും കേരളത്തിലുള്ള അക്കൗണ്ടന്റുമാരും ഡോക്ടർമാരും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും പിന്നെ പ്രൊഫഷണൽസും അഡ്വക്കേറ്റുമാരും പിന്നെ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അംഗീകരിക്കേണ്ടി വന്നു. അവർ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ല ജിന്നുകൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, വസ്വാസല്ലാത്ത ഉപദ്രവം ഉണ്ടാക്കും. ശരി, അപ്പൊ പിന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടായി നിങ്ങൾ നിർവചനം പറഞ്ഞു. കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ളത് അള്ളാഹു മാത്രമല്ലേ ഉപദ്രവിക്കൂ, ഉപകാരം ചെയ്യുന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ ജിന്നുകളെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലേക്കിട്ടെങ്കിൽ അപ്പുറത്ത് പോയി വായിച്ചു. എന്ത് സംഭവിച്ച്, അപ്പൊ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഉള്ള സഹായ തേട്ടം ആണ് ശിർക്ക്. കാര്യകാരണ ബന്ധത്തിന് അധീനമായിട്ടുള്ള അതിന്റെ ഉള്ളിലുള്ള കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള സഹായതേട്ടം ശിർക്കല്ല എന്നല്ല നിങ്ങൾ പ്രസംഗിച്ചത്. അതെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ജിന്നുകളോട് സഹായം ചോദിച്ചൂടെ, മലക്കോട് സഹായം ചോദിച്ചൂടെ? അതുമെല്ലാം വ്യത്യാസം എന്താണ്? നിങ്ങൾ മനുഷ്യരോട് സഹായിക്കുന്നത് പോലെ മനുഷ്യന്മാരോട് സഹായം ചോദിച്ചൂടെ? അപ്പോണ്ട് മുമ്പ് പ്രസംഗിച്ച ക്ലിപ്പുകളെ സുന്നികളെ കയ്യിൽ മുമ്പ് പ്രസംഗിച്ച അൽമനാറും പിന്നെ ഇസ്ലാഹും വിചിന്തനോ കണ്ടവിടെ കിടക്കണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ കിടന്ന് ഉരുളുന്ന വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ ദിവസവും കാണുകയാണ്. അപ്പൊ ഈ ജിന്നുകൾ ഒരു കൂട്ടർ വന്നുകൊണ്ട് അഭൗതിക എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു പോകും. പിറ്റേന്ന് അവിടെ സ്റ്റേജ് എട്ടും പറ്റില്ല, അല്ല ജിന്നുകൾ ഭൗതികമാണ്. പിറ്റേന്ന് അഭൗതിക എന്നുണ്ടോ പ്രസംഗിക്കും. ഈ ജിന്നുകൾ ഒരു ദിവസം അഭൗതികമാവും. ഒരുക്കൊക്കെ ഓടെ എല്ലാം ഇന്നലെ പ്രസംഗിച്ച അഭൗതിക എന്നില്ല, അതുകൊണ്ട് നമ്മൾ അഭൗതികമായി. പിറ്റേന്ന് ഇവർ പ്രസംഗിക്കുകയാണ് അഭൗതികമാണ്, അല്ല നമ്മളിന്ന് ഭൗതികമായി. ഇവിടെ ഈ ജിന്നുകളെ കളിയാക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടോ? നിങ്ങളെ വിഡിത്തം. ആദം സന്തതികളെ ആദവനെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് റഹ്മാൻ റബ്ബ്. ആ സൃഷ്ടിച്ച ജിന്നുകളെ ആദം സന്തതി ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്ന്
1,24,000 പിന്നെ കൂടുതൽ പ്രവാചകന്മാർ വന്ന് അവർ ദഅവത്ത് നടത്തി, അവരെ ഉമ്മത്ത് വീണ്ടും ശിർക്ക് പോയി, അവർ വീണ്ടും പ്രവാചകൻ വന്നു. അങ്ങനെ 1,24,000 പ്രവാചകന്മാർ വന്ന് ദഅവത്ത് നടത്തി പോയി. അവസാനത്തെ പ്രവാചകൻ വന്ന് ആ പ്രവാചകൻ മരിച്ചു പോയിട്ട് 1420 വർഷം കഴിഞ്ഞതിന് ശേഷങ്ങൾ പ്രബന്ധം അവതരിപ്പിച്ച് അറബി മനുഷ്യകൾ, കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചവർ സിലബസ് പാസ്സായ കുറച്ച് അറബി മനുഷ്യകൾ പ്രബന്ധം സ്വീകരിച്ച് പഠിച്ചിട്ട് തീരുമാനം എടുക്കുന്നത് ജിന്നുകൾ കയറൂല. ആദിനബിക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ കയറൂല നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ജിന്നുകളൊക്കെ എന്ത് ചെയ്തു? നമ്മളെ ജമിയത്തുലമ ജിന്നുകൾ കയറില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പൊ അവരൊക്കെ കയറാതിരുന്നു. പിറ്റേ നിങ്ങൾ കയറും തീരുമാനിച്ചു. അപ്പൊ ഒരു കയറുന്ന തീരുമാനം, നമുക്കൊക്കെ പോയി കയറുക. എടോ വിഡ്ഢികളെ, നിങ്ങളെ തീരുമാനത്തിൽ നിൽക്കുന്നതാണ് ജിന്നുകൾ. എന്നതുപോലെ നിങ്ങളിപ്പോ തീരുമാനം ഇങ്ങനെ പ്രസംഗിക്കാം ഭൗതികമാണ്. അപ്പൊ പിന്നെ മറ്റൊരപ്പുറത്തേക്ക് മറ്റേ ഗ്രൂപ്പ് പറഞ്ഞ ചാൻസിട്ട് ഇപ്പൊ പിന്നെ അപ്പുറത്ത് പോയിട്ട് പ്രസംഗിച്ചു അഭൗതികമാണ്. ഇതിനനുസരിച്ച് ഈ വലിച്ചഴക്കപ്പെടുന്ന ജിന്നുകൾ ഞാൻ പറഞ്ഞതാണ്. ഇവർ കളിയാക്കുന്നുണ്ടാവും നിങ്ങളെ, ചിരിക്കുന്നുണ്ടാവും നിങ്ങളെ, നിങ്ങളുടെ ദൈവത്വ പ്രബോധനം നവോത്ഥാനമൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ജിന്നുകൾ അഭൗതികമാണെന്ന് പറയുന്ന ആളുകൾക്ക്, ഭൗതികമാണെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ 30ഓളം വിശ്വാസമല്ലാത്ത ഉപദ്രവങ്ങൾ നമ്മൾ ഇതിനിടയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ വിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും റൂളിങ്സ് പറയണം. എങ്ങനെയാണ്, എവിടെയാണ് നിങ്ങളത് വിശദീകരിക്കുന്നത്? ഭൗതികത്തിന്റെ ആൾക്കാർ ശരി, നിങ്ങൾ ഭൗതികം അംഗീകരിക്കുന്നുണ്ട്, ഫൈൻ, അതുകൊണ്ട് ജായിസ് എന്താണ് ഇതൊക്കെ സംഭവിക്കാൻ അംഗീകരിക്കുന്നു. പിന്നെ എവിടെ പ്രശ്നം എന്നാ എങ്കിൽ പിന്നെ അവരോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്തിഹാസ് നടത്തിക്കൂടാ? അവരോട് എന്തുകൊണ്ട് ഇസ്തിഹാസ് നടത്തിക്കൂടാ? കാരണം നിങ്ങളുടെ പഠിപ്പിച്ച് വന്നിരുന്ന ആദർശം അതാണ്. അവരോട് അഭൗതികമായിട്ടുള്ള സഹായം തേട്ടമാണ് ശിർക്ക്, അഭൗതികമായിട്ടുള്ള പിന്നെ സഹായം ചോദിക്കലാണ് ശിർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഇത് ഭൗതികമാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ ചെയ്തു, അവരുടെ സഹായം ചോദിച്ചുകൂടാ എന്ന് സുന്നികളുടെ ചോദ്യമാണ്. അതിന്റെ മുമ്പിൽ നിങ്ങൾ ഉരുണ്ട് കളിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ജിന്നുകളുടെ സഹായം തേട്ടം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അത് ശിർക്കായ സഹായം തേട്ടം, ജിന്നുകളോടുള്ള സഹായം തേട്ടം എന്നുള്ളതുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കപ്പെടുന്നത് ദീനിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ജിന്നുകളുമായിട്ടുള്ള താവന്, പിന്നെ ഇസ്തിഖ്ദാം, അവരുടെ ഉപയോഗിക്കൽ, അവരെ ഉപയോഗപ്പെടുത്തൽ, അവരെ സഹായിക്കൽ, അങ്ങോട്ട് സഹായിക്കൽ, അവിടെ നിങ്ങളുടെ സഹായിക്കാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ, പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇതിന്റെ സ്പീച്ചിന്റെ വീഡിയോ, തെളിവുകളുടെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ലിങ്ക് ഞാൻ അയച്ചു തരാം. വേണ്ടവർ ചോദിച്ചോ, ഞാൻ വീണ്ടും അയച്ചു തരാം. ഇതിന്റെ നോട്ടും ഞാൻ ഇതിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ലിങ്ക് അയക്കുന്നുണ്ട്. വേണ്ടവർ ഡൗൺലോഡ് ചെയ്തോ, ഇമെയിലിൽ വേണ്ടവർ ഇമെയിൽ കോൺടാക്ട് ചെയ്തോ. ആ നോട്ട് കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണ്ഡിതന്മാരെ വാർത്തകളും കാര്യങ്ങളും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിന്റെ ചില അസലുകളുണ്ട്, ചില ബേസുകളുണ്ട്, ബേസിക് അസലുകളുണ്ട്, കവായിദുകൾ, അടിസ്ഥാനങ്ങളുണ്ട്, ഉസൂലുകളുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്? ഇപ്പോ ഇമാം ബർബാഹരി ഹിജ്റ 329 മരിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശറഹ് സുന്ന എന്ന കിതാബിൽ അദ്ദേഹം എഴുതുന്നു, അൽ ഈമാൻ ഖൗലും അമലും ഇഅ്തിഖാദ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും അമലും ഇഅ്തിഖാദ്, ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള സംസാരവും പിന്നെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്. യസീദു ബിതആത്ത്, അള്ളാഹുവിനോടും റസൂലിനോടുള്ള അനുസരണം കൊണ്ട് അത് വർദ്ധിക്കുകയും അള്ളാഹുവിനോടും റസൂലിനോടുള്ള അനുസരണക്കേട് കൊണ്ട് അത് കുറയുകയും ചെയ്യും. അതാണ് ഈമാൻ. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, ഒരു ബേസ്. ഇത് തന്നെ ഇമാം ലാലക്കായി ഹിജ്റ 418 മരിച്ചു പോയിട്ടുള്ള ആളാണ് ഇമാം ലാലക്കായി. ഇമാം ലാലക്കായി അദ്ദേഹത്തിന്റെ ഷർഹ് ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പുസ്തകത്തിൽ 5ാം വാള്യത്തിൽ 956 പേജിൽ ഈ സംഗതിയെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ഈമാൻ ഖൗലും അമലും ഇഅ്തിഖാദ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു അസിൽ, ഇതൊക്കെ ഒരു ഉസൂലുകളാട്ടോ. മറ്റൊരു ഉസൂൽ എന്താ അറിയോ? ദീനിൽ 5 ഹുക്കുമുകളാണുള്ളത്. 5 ഹുക്കുമുകളാണ്. ഒന്ന് വാജിബ്, നിർബന്ധം. നമ്മൾ ഫർള് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഫർള് സുന്നത്ത് നേരമുള്ള, ഇതിന്റെ അപ്പുറത്തേക്ക് ആളുകൾക്ക് അറിയില്ല. മനസ്സിലായില്ലേ? വാജിബ്, ഹറാമ്, മക്റൂഹ്, ഹലാല്, മുസ്തഹബ്. വാജിബ് പറഞ്ഞ നിർബന്ധം, ഹറാം പറഞ്ഞ പാടില്ലാത്തത്, മക്റൂഹ് പറഞ്ഞ വെറുക്കപ്പെട്ടത്. മക്റൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്. മുസ്തഹബ് പറഞ്ഞാല് അഭികാമ്യം, ഇഷ്ടപ്പെട്ടത്, നല്ലത്, അല്ലാഹു റസൂൽ ഇഷ്ടപ്പെട്ടത്, നല്ലതാണ്, മനസ്സിലായില്ലേ? അതാണ് മക്റൂഹ്. മുസ്തഹബ്, അതാണ് മുസ്തഹബ്.
അപ്പൊ പറഞ്ഞത് ഈ 5 റൂളിങ്സിലാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 29ാം വാള്യത്തിൽ 345 പേജിൽ പറയുന്നു, ദീനിന്റെ അസ്ല് അന്നഹു ലാ വാജിബ ഇല്ലാ മാ ഔജബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും വാജിബാക്കാത്ത ഒരു വാജിബും ദീനിലില്ല. വലാ ഹറാമ ഇല്ലാ മാ ഹറമ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഹറാമാക്കാത്ത ഒരു ഹറാമും ദീനിലില്ല. വലാ മക്റൂഹ ഇല്ലാ മാ കരിഹ അല്ലാഹു വറസൂലുഹു, ഒരു മക്റൂഹുമില്ല, ഒരു വെറുക്കപ്പെട്ട സംഗതിയുമില്ല, ഇതേത് അല്ലാഹുവും റസൂലും വെറുക്കപ്പെട്ടതല്ലാത്ത. വലാ ഹലാല ഇല്ലാ മാ അഹല്ല അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഹലാലാക്കാത്ത ഒരു ഹലാലും ദീനിലില്ല. വലാ മുസ്തഹബ ഇല്ലാ മാ അഹബ്ബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു മുസ്തഹബുമില്ല. അപ്പൊ വാജിബ്, ഹറാമ്, മക്റൂഹ്, ഹലാല്, മുസ്തഹബ്, ഈ 5 റൂളിങ്സ് ഇത് അല്ലാഹുവും റസൂലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഹുക്കുമുകളാണ്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഹുക്കുമുകളാണ് ഈ 5 ഹുക്കുമുകൾ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതാരെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു എവിടെയെങ്കിലും പറഞ്ഞു എന്നല്ല, ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അസ്ല്, ദീനിന്റെ അസ്ല്, അവരുടെ ഫഹ്മിന്റെ അസ്ല്, അവരുടെ ദീന് മനസ്സിലാക്കിയതിന്റെ അസ്ല് ഇതാണ്. ഇതിനൊന്നും പിന്നെ എതിരെ സംസാരിക്കുന്ന ലോകത്ത് പണ്ഡിതന്മാരുണ്ടായിട്ടില്ല. മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി പറയുകയാണ്, എന്ത്, ഈ കൗലും അമലും ഇഅ്തിഖാദ് ഇങ്ങനെ 3 തലങ്ങളിലാണ്. ഈ 3 തലങ്ങളിലും ഈ 5 ഹുക്കുമുകൾ വരും. അപ്പൊ 3 5 15 3 × 5 15. ഈ മൊത്തം ദീന് 15 ഖവായിദ് 15 തലങ്ങളിലാണ് എന്ന് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ മദാരിജ് സാലിഖീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പിന്നെ 1ാം വാള്യത്തിൽ 129ാമത്തെ പേജിൽ പറയുന്നു. അതേ ഉദ്ധരണിയെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരസന്തതികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അൽ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മജീദ് എന്ന ഗ്രന്ഥത്തിൽ, കിതാബ് തൗഹീദിന്റെ ശറഹായിട്ടുള്ള ഫത്ഹുൽ മജീദിൽ അത് വിശദീകരിക്കുന്നു. ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസിയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്, 15 അടിസ്ഥാനങ്ങളിലാണ് ഈ ദീന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, ദീനിന്റെ ഹുക്കുമുകളെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ ഹറാമിനെ കുറിച്ച് മാത്രം, ഇതൊരു ഒരു ഏറെക്കൊണ്ടൊരു കാഴ്ചപ്പാട് ഞാൻ തരുന്നതെന്ന് വെച്ചാൽ, നമ്മള് ഇസ്തിആനത്ത് ബിൽജിന്ന് എന്ത്, എവിടെ, എങ്ങനെ എന്നാണ് എവിടെയാണ് ഇവര് മനസ്സിലാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹറാമിന് 2ആയി പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഇമാം ദഹബി ഹിജറ 748 മരിച്ചു പോയിട്ടുള്ള പണ്ഡിതനാണ്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കബായിറുകൾ, വൻപാപങ്ങൾ എന്ന പുസ്തകത്തിൽ അതിന്റെ തുടക്കത്തിൽ അതിന്റെ 7ാം പേജിൽ അദ്ദേഹം എഴുതുന്നു, 2 രീതിയിലുള്ള പാപങ്ങൾ 2 രീതിയിലാണ്. ഒന്ന് കബായിറുകൾ, മറ്റൊന്ന് സഗായിറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 4ാം ആയത്തിൽ 4ാം സൂറത്തിൽ സൂറത്ത് നിസായിലെ 31ാം ആയത്തിൽ പറയുന്നു, ഇൻ തജ്തബിഉ കബായിറ മാ തുൻഹൗന, ഞാൻ വിരോധിച്ച, അല്ലാഹു വിരോധിച്ച വൻ പാപങ്ങളെ നിങ്ങൾ വിടുകയാണെങ്കിൽ, മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, ചെറിയ ബാക്കിയുള്ളവരെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നോളാം എന്ന് അള്ളാഹു അവിടെ നമുക്ക് വാഗ്ദാനം നൽകുന്നു, ലമൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നാണ് പണ്ഡിതന്മാരുണ്ട്. ഈ അർത്ഥത്തിൽ വരുന്ന വേറെ ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് ഉദ്ധരിച്ചുകൊണ്ട് 2 രീതിയിലാണ് പാപങ്ങൾ, ഒന്ന് കബായിറുകൾ, മറ്റൊന്ന് സഗായിറുകൾ. അപ്പോ ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ കബായിറുകൾ തന്നെ 4 ഹുക്കുമുകളിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 4 ഹുക്കും, ഒന്ന് ഷിർക്ക്, മറ്റൊന്ന് കുഫർ, മറ്റൊന്ന് നിഫാക്ക്, മറ്റൊന്ന് അതല്ലാത്തത് ഒക്കെ ഫിസ്ക്. കബായിറുകൾ 4: കുഫർ, ഷിർക്ക്, നിഫാക്ക്, ഫിസ്ക്. പാപങ്ങൾ. ഈ ഷിർക്കും കുഫറും നിഫാക്കും അല്ലാത്ത പാപങ്ങളാണ് എന്ത്, ഫിസ്കായി വരുന്നത്. ഇനി ഈ കാര്യത്തെ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 9ാം വാള്യത്തിൽ 125ാം പേജിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ കുഫ്റും ശിർക്കും ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം അവലംബിക്കുന്ന ആയത്തുകൾ എന്ന്, വമൻ ലൻ യഹ്കുമു ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ ഒരായത്ത്. മറ്റൊന്ന് വമൻ ലം യഹ്കുമു ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ളുൽമ എന്താ അറിയില്ലേ? ശിർക്ക്. വമൻ ലം യഹ്കുമു ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പൊ കുഫറും ഷിർക്കും ഫിസ്കും
ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞ ഈ 3 ആയത്തുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇമാം ഇബ്നു ബാസ് പറയുന്നത് കുഫർ, ഷിർക്ക്, ഫിസ്ക്, നിഫാഖ് കുഫറിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ 4 തലങ്ങളിലാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത്. ഇനി അതിലൊക്കെ തന്നെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് കുഫറുൽ അക്ബർ, ഒന്ന് അക്ബറും ഒന്ന് അസ്ഗറും. അപ്പൊ കുഫറുൽ അക്ബർ ഉണ്ട്, കുഫറുൽ അസ്ഗർ ഉണ്ട്, നിഫാഖുൽ അക്ബർ ഉണ്ട്, നിഫാഖുൽ അസ്ഗർ ഉണ്ട്. ഇതിന് ഒന്നും മറ്റൊന്നിലേക്ക് വരില്ല കേട്ടോ. കുഫറുൽ അക്ബർ വേറെ, അസ്ഗർ വേറെ. ഇമാം ഇബ്നു ഖയ്യിം ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലെ 28-ാം വാള്യത്തിൽ 223-ാമത്തെ പേജിൽ പറയുന്നു അശ്ശിർക്കുൽ അക്ബർ മാ യുസമ്മ അസ്ഗർ. ഷിർക്കുൽ അക്ബറിനെ ഷിർക്കുൽ അസ്ഗർ എന്ന് വിളിക്കൂല. അതുപോലെ കുഫറുൽ അക്ബറിനെ കുഫറുൽ അസ്ഗർ എന്ന് വിളിക്കൂല. ഫിസ്കുൽ അക്ബറിനെ ഫിസ്കുൽ അസ്ഗർ എന്ന് വിളിക്കൂല. കുല്ലുൽ ലഹു അദ്ദുഹു, കുല്ലുൽ ലഹു ഹദ്ദുഹു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചില ഹുദൂദുകൾ, ഹദ്ദുഹു അതിന്റെ പരിമിതികളുണ്ട്, അതിന്റെ ലിമിറ്റേഷൻ, അതിന്റെ ബൗണ്ടറികളുണ്ട്, അതിന്റെ ബൗണ്ടറികളുണ്ട്, അതിന്റെ അതിർവരമ്പുകളുണ്ട് എല്ലാത്തിനും. അക്ബറിന് വേറെ, അസ്ഗറിന് വേറെ. അപ്പൊ നോക്കുക എങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ ഇതിനൊക്കെ വിശദീകരിച്ചതെന്ന് ചോദിച്ചാല് പിന്നെ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഹറാമ്, ഹലാല്, മുസ്തഹബ്, വാജിബ്, മക്രൂ അല്ലെ, അതിൽ ഓരോന്നും അക്ബറുണ്ട്, അസ്ഗറുണ്ട്. ഇനി മറ്റൊരു വിശദീകരണം എന്താണ്? ഈ അക്ബറിലേക്കും അസ്ഗറിലേക്കും നയിക്കുന്ന ചില വസീലകളുണ്ട്. അത് അക്ബറോ അല്ല, അസ്ഗറോ ആയിട്ടില്ല, അത് അതിലേക്ക് നയിക്കും. മനസ്സിലായില്ലേ? ഉദാഹരണം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മജ്മൂഉൽ ഫതാവയിൽ 5-ാം വാള്യത്തിൽ 14-ാം പേജിൽ 14-ാം പേജിൽ പിന്നെ ഇബ്നു ബാസ് വിശദീകരിക്കുന്ന ഒരു പോയിന്റ്, അന ബറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ബറ മിൻ കുല്ലി മുസ്ലിം യഖീമു ബൈനൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾക്കിടയിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് അവരുടെ ബാധ്യത അല്ല. അത് മുസ്ലിം രാഷ്ട്രങ്ങൾ താമസിക്കുന്ന ആളുകൾ നല്ല അർത്ഥത്തിലല്ല പണ്ഡിതന്മാരെ മനസ്സിലാക്കിയത്. അതെങ്ങനെ മനസ്സിലാക്കിയത്? മറ്റൊരു ഹദീസ് ഉണ്ട്, മൻ ജമഅ അൽ മുശ്രിക, മുശ്രിക്കുമായി കൂടിക്കലരുക, വസകന അവരുടെ കൂടെ താമസിക്കുന്ന, മഅഹു അവരുടെ, ഫഇന്നഹു മിസ്ലുഹു അവരെ പോലെയാണ്. മുശ്രിക്കുകളുടെ കൂടത്തിൽ താമസിക്കും, അവരുടെ ഇടകലർന്ന് അവരുടെ കൂടെ താമസിക്കുന്ന ആളുകൾ മുശ്രിക്കുകളെ പോലെ തന്നെയാണ് എന്ന ഹദീസ് ഇതായിട്ട് കൂട്ടി വായിക്കണം. അപ്പൊ എന്തായി? അതെന്താ? ഷിർക്ക? മുശ്രിക്കുകളുടെ കൂടെ താമസിക്കുന്ന ഷിർക്ക അല്ല, കുഫ്റ അല്ല, നിഫാഖ അല്ല. അതെന്താ? കുഫറുൽ അക്ബറും അല്ല, അസ്ഗറും അല്ല. പിന്നെ അതെന്താവും? അത് വസീല ഇലൽ കുഫർ. അപ്പൊ വസീല ഇലൽ കുഫർ എന്താണ് എന്ന് വിശദീകരിക്കാൻ ഷെയ്ഖ് ഇബ്നു ബാസ് ഈ ഹദീസിനെ ഉദ്ദേശിച്ചത്. ഇതുപോലെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു അന്യപുരുഷൻ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു അന്യപുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ചൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ഒരുമിച്ചാവാൻ പാടില്ല, ഒറ്റക്കാവാൻ പാടില്ല. മൂന്നാമനായിട്ട് ശൈത്താനുണ്ട് അവിടെ. അതെന്താ? അത് വ്യഭിചാര അല്ല, വ്യഭിചാരത്തിലേക്കുള്ള വസീലയാണ്. അതിന് വ്യഭിചാരത്തിന്റെ ഹുക്കുമ് വരൂല, വ്യഭിചരിച്ചു എന്ന ഹുക്കുമ് വരില്ല, പക്ഷെ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാമോ ആ ഒരവസ്ഥ. അതുകൊണ്ട് അത് ഹറാമാണ്, അത് വ്യഭിചാരമായിട്ടില്ല, വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടും. അത് മനസ്സിലായില്ലേ? അത് വ്യഭിചാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ വ്യഭിചാരത്തിന്റെ ശിക്ഷ കൊടുക്കാൻ പറ്റൂല. പക്ഷെ അവരാ ചെയ്ത പണി എന്താണ്? ഒരുമിച്ചൊരു സ്ഥലത്ത് ഒരു അന്യപുരുഷനും സ്ത്രീയും ഒറ്റക്കാവുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്. അപ്പോൾ അതൊരു വസീലയാണ്. ഇതില് ഒരു പാപത്തിലേക്കുള്ള വസീലാണ്. കള്ളുടിയന്മാരെ കൂട്ടുകെട്ടി നടക്കുക, അത് ഹറാമാണ്. കാരണം എന്താ? അത് അവരുടെ കള്ളുടിയിൽ പോയി ചാടും നമ്മൾ. കള്ളുടി എന്ന പാപത്തിലേക്കുള്ള ഒരു വസീലയാണ്. അപ്പൊ ഇങ്ങനെ വസീല എന്ന ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്ന വിചാരികളൊക്കെ ഇവിടെ അടുത്ത ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കേട്ടതാണത്. അപ്പൊ ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഫേസ്ബുക്കിലൊക്കെ വിടുന്നുണ്ടല്ലോ, വസീലത്ത് ശിർക്ക് എന്നുള്ള ഹദീസ് ഉണ്ടോ? വസീലത്ത് ശിർക്ക് എന്നുള്ള ഹദീസ് ഉണ്ടായി കൊണ്ടുവരും, വസീലത്ത് ശിർക്ക് എന്നുള്ള ആയത്തുണ്ടായി കൊണ്ടുവരും. പ്രസംഗം ഇതാ ഞാൻ പറഞ്ഞത്. ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗത്തിൽ നിങ്ങൾ പോയാൽ ഇതേപോലെ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു കൊടുക്കും, അതിലൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിന് മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ കാണുന്നതിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചാർട്ട്. ദീൻ എന്താണ്? കൗലും അമലും എത്തിക്കാതെ. അങ്ങനെ ആ മൂന്നിലും എന്തുണ്ട്? ഹറാമ്, മക്രൂഹ്, ഹലാല്, മുസ്തഹബ്, വാജിബ്. ഈ ഹലാലിന്റെ മറ്റൊരു പേരാണെന്ത്? മുബാഹ്. മുബാഹ് എന്ന് പറഞ്ഞാൽ സുബർമംഗളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭൗതികം എന്നാണ് സംസാരിക്കുന്നത്. മൂപ്പർക്ക് ഭൗതികം തീരെ തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മുബാഹ് എന്ന് പറഞ്ഞാൽ ഭൗതികം എന്ന് പറഞ്ഞിട്ട് നടന്ന പ്രസംഗത്തിൽ. ഭൗതികമല്ല, ഭൗതികം നല്ലതിനനുസരിച്ച്. മുബാഹ് എന്ന് പറഞ്ഞാൽ മശ്റൂഅ്, ശറഅയിൽ അനുവദിച്ചത്.
അനുവദിക്കപ്പെട്ട കാര്യത്തിൽ മശ്രൂഹായിട്ടുള്ള മുബാഹായ കാര്യം എന്ന് പറഞ്ഞാൽ മശ്രൂഹായ കാര്യം, ശറയിൽ അനുവദിച്ച കാര്യം, ഹലാലായ കാര്യം. അപ്പൊ ഹലാല് എന്നുള്ളതും മുബാഹ് എന്നുള്ളതും ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഒരുമിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരേ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പൊ ഹറാമുണ്ട്, മക്രൂഹ് വെറുക്കപ്പെട്ടതുണ്ട്, ഹലാലും മുബാഹുമായിട്ടുള്ളതുണ്ട്, മുസ്തഹബുണ്ട്, വാജിബുണ്ട്. അതിലൊക്കെ ഉണ്ട്. ഈ ഹറാമിന് എന്തുണ്ട്? ഈ ഹറാമിനെ വീണ്ടും നമുക്ക് കബായറുകൾ എന്നും സഗായറുകൾ എന്നാക്കാം. വൻപാപങ്ങൾ. വൻപാപത്തില് കുഫ്ർ, ഷിർക്ക്, നിഫാഖ്, ഫിസ്ക്. കുഫറിനെ വീണ്ടും വിഭജിക്കാം. കുഫറുൽ അക്ബർ, കുഫറുൽ അസ്ഗർ. മറ്റൊന്ന് ഇതാണ് വസീല ഇലൽ കുഫർ. ഷിർക്കിനോ ഷിർക്കുൽ അക്ബർ, ഷിർക്കുൽ അസ്ഗർ, പിന്നെ വസീല ഇലൽ ഷിർക്ക്. പിന്നെ മറ്റൊന്ന് അടുത്ത നിഫാഖ്, നിഫാഖുൽ അക്ബർ, നിഫാഖുൽ അസ്ഗർ, വസീല ഇലൽ നിഫാഖ്. പിന്നെ ഫിസ്കുൽ അക്ബർ വസീല. അതിൽ അസ്ഗർ ഏതാ? ആ അസ്ഗറാണ് പഠിച്ചത് നമുക്ക് ഗ്യാരണ്ടി ചെയ്ത്. മറ്റേതല്ല വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ പാപങ്ങൾ ചെറിയ ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഹുക്കുമുകളിലാണ് പണ്ഡിതന്മാര് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതേ ഹുക്കുമുകളിലൂടെയാണ് ഇസ്തിആനത്ത് ബിൽ ജിന്ന്, ജിന്നുകളോടുള്ള സഹായത്തേട്ടവും അല്ലെങ്കിൽ ജിന്നുകൾ അല്ലാത്തവരോടുള്ള ദീനിൽ അനുവദിച്ച സഹായം തേട്ടം ഏത്, അള്ളാഹുവോടുള്ള സഹായം തേട്ടം ഏത്, അതല്ലാത്തവരോടുള്ള സഹായം തേട്ടം, അത് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായം തേട്ടത്തിൽ അനുവദിച്ചത് ഏത്, അനുവദിക്കാത്തത് ഏത് എന്നുള്ളത് വിശദീകരിക്കുന്നത് ഞാൻ മേൽ പറഞ്ഞ ഹറാമും ഹലാലും മുസ്തഹബും പോലുള്ള ഹുക്കുമുകൾ, ആ രീതിയിലുള്ള ഹുക്കുമുകളിലൂടെ കബായറുകൾ, സഗായറുകൾ, അതുപോലെ അക്ബർ, അസ്ഗർ, വസീല എന്നുള്ള ഹുക്കുമുകളിലൂടെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു വരുന്നത്. ഇതൊന്നുമില്ലാതെ ആയത്തുണ്ടായിക്കൊണ്ടേ ഹദീസുണ്ടായിക്കൊണ്ടേ. അപ്പൊ ഈ പറഞ്ഞ ആയത്ത് ഹദീസില്ലേ, ഈ ഹുക്കുമിന് ഹദീസില്ലേ? ഉണ്ട്. ഈ ഹുക്കുമിന് 604 പേജിലുള്ള മുസാഫ്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ കലാമ് പൂർത്തിയായില്ലേ? അള്ളാന്റെ കലാമ് പരിശുദ്ധ ഖുർആൻ പൂർത്തിയായി, വഹിയോട് കൂടി നിന്നില്ലേ? ഇനി ഒരു വഹിയില്ല. അതുകൊണ്ട് റസൂൽ കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള ഉസൂലിയായിട്ടുള്ള ഹദീസുകളും ഫുറൂഇയായിട്ടുള്ള ഹദീസുകളും ഫുറൂഇയായിട്ടുള്ള വിഷയങ്ങളും എല്ലാം അത് അതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഈ ഹുക്കുമുകളെല്ലാം, ഈ വിധികളെല്ലാം റൂൾ ഔട്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് ട്രേസ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് വന്നതിൽ ഒതുങ്ങും പൂർണ്ണമായിട്ട്. അതുകൊണ്ട് അസ്ലു ദീൻ ഇന്നതാണ് എന്നുള്ള പണ്ഡിതന്മാരുടെ ദീന് പറഞ്ഞാൽ പൂർണ്ണമാണ്. ഈ ദീന്, ഈ 15 മർത്തബകളിൽ ദീന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു എന്ന് ഇമാം ഇബ്നു ഖയ്യിം അൽ-ജൗസിയ്ക്ക് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ഹുക്കുമുകളിലൂടെയാണ് നമ്മൾ ഇസ്തിആനത്ത്, അള്ളാഹുവോടുള്ള ഇസ്തിആനത്ത്, അതല്ലാത്തവരോടുള്ള ഇസ്തിആനത്ത്, അതിൽ ഹറാമായത് ഹലാലായത് എല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അത് അടുത്ത ക്ലിപ്പ്. അപ്പം ഈ വിഷയത്തിൽ ഇസ്തിആനത്ത് ബിൽ ജിന്നിൽ ക്ലിപ്പ് എ ആണ് നമ്മൾ സംസാരിച്ചത്. ആദ്യത്തെ നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് ഇതിന്റെ പാർട്ട് ബി നമുക്ക് സംസാരിക്കാം അടുത്തതായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.